चला है प्रभु आपकी कृपा से, बेहद का सुख मिला है प्रभु आपकी कृपा से। ബാബ പറയുന്നു 23/3/2022 ബാബ പറയുന്നു मीठे बच्चे कोई भी कर्म विकर्म न बने, इसकी पूरी संभाल करने में कदम कदम पर बाप की श्रीमत लेकर कर्म में आना है। ബാബ പറയാണ് മധുരമായ കുട്ടികളെ, ഏതൊരു കർമ്മവും വികർമ്മമാകാതിരിക്കാൻ പൂർണ്ണമായും സ്വയത്തെ സംരക്ഷിക്കണം. ഓരോ ചുവടിലും ബാബയുടെ ശ്രീമത്ത് സ്വീകരിച്ച് കർമ്മത്തിലേക്ക് വരണം. ഏതൊരു കർമ്മവും വികർമ്മമാകാതിരിക്കാൻ പൂർണ്ണമായിട്ടും സംരക്ഷിക്കണം, ജാഗ്രത പുലർത്തണം. ഓരോ ചുവടിലും ബാബയുടെ ശ്രീമത്ത് സ്വീകരിച്ച് കർമ്മത്തിലേക്ക് വരണം. ചോദ്യം: विकर्मों से कौन बच सकते हैं? बाप की सहायता किन्हें मिलती है? വികർമ്മങ്ങളിൽ നിന്നും ആർക്കാണ് രക്ഷപ്പെടാൻ കഴിയുന്നത്? ബാബയുടെ ഹെൽപ്പ് ആർക്കാണ് ലഭിക്കുന്നത്?
വികർമ്മങ്ങളിൽ നിന്നും ആർക്കാണ് രക്ഷപ്പെടുവാൻ കഴിയുന്നത്? ബാബയുടെ ഹെൽപ്പ് ആർക്കാണ് ലഭിക്കുന്നത്? उत्तरम जो बाप से सदा सच्चे रहते हैं, प्रतिज्ञा कर विकारों का दान देकर वापस लेने का संकल्प नहीं करते, वो विकर्मों से बच जाते हैं. ആരാണോ ബാബയോട് സത്യതയുള്ളവരായിരിക്കുന്നത്, ആരാണോ ബാബയോട് സത്യതയുള്ളവരായിരിക്കുന്നത്, പ്രതിജ്ഞ ചെയ്ത് വികാരങ്ങൾ ദാനം നൽകി അത് തിരിച്ചെടുക്കുവാനുള്ള സങ്കല്പം ചെയ്യാത്തത്, ആരാണോ സദാ സത്യതയുള്ളവരായിരിക്കുന്നത്, വികർമ്മങ്ങളിൽ നിന്ന് ആർക്കാണ് രക്ഷപ്പെടാൻ കഴിയുക? ബാബയുടെ സഹായം ആർക്കാണ് ലഭിക്കുക? അല്ലെ, ബാബയോട് സദാ സത്യത പുലർത്തുന്നവർ, സത്യതയുള്ളവർ, പ്രതിജ്ഞ ചെയ്ത് വികാരങ്ങളുടെ ദാനം നൽകി തിരിച്ചെടുക്കാനുള്ള സങ്കല്പം ചെയ്യാത്തവർ, അവർ വികർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു. പ്രതിജ്ഞ ചെയ്ത് വികാരങ്ങളുടെ ദാനം നൽകി പ്രതിജ്ഞ ചെയ്ത് അത് തിരിച്ചെടുക്കുവാനുള്ള സങ്കല്പം ചെയ്യാത്തവർ വികർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു. ബാബ് സഹായത ഉനെ മിൽത്തി ജോ കർമ്മ വികർമ്മ ബനനെ കെ പേലെ റായ് ലേത്തെ ഹി. ബാബയുടെ ഹെൽപ്പ് ആർക്കാണ് ലഭിക്കുന്നത്? അല്ലെ, ആരാണോ കർമ്മം വികർമ്മമാകുന്നതിന് മുമ്പ് ബാബയോട് നിർദ്ദേശം ചോദിക്കുന്നത്, ആരാണോ അല്ലെ തന്റെ കർമ്മം വികർമ്മമാകുന്നതിന് മുമ്പ് തന്നെ ബാബയോട് നിർദ്ദേശം ചോദിക്കുന്നത്, നിർദ്ദേശം ആരായിരുന്നു? सागर को अपना सच्चा सच्चा समाचार बताते ही, സാഗാര ബാബയോട് തന്റെ സത്യസത്യമായ വാർത്തകൾ പറയുന്നവർ. അപ്പൊ ബാബയുടെ ഹെൽപ്പ് ആ കുട്ടികൾക്കാണ് ലഭിക്കുന്നത്. ആരാണോ അല്ലേ തന്റെ കർമ്മം വികർമ്മമാകുന്നതിന് മുമ്പ് ബാബയോട് നിർദ്ദേശം ചോദിക്കുന്നത്, സാഗാര ബാബയ്ക്ക് തന്റെ സത്യസത്യമായ വാർത്തകൾ പറയുന്നത്. बाबा कहते बच्चे सर्जन के आगे कभी अपनी बीमारी छिपाना नहीं है. ബാബ പറയാണ്, സർജന്റെ മുന്നിൽ ഒരിക്കലും തന്റെ രോഗം മറച്ചു വെക്കാൻ പാടില്ല. ബാബ പറയാണ്, കുട്ടികളെ, സർജന്റെ മുന്നിൽ തന്റെ രോഗം ഒരിക്കലും ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല. പാപം को छिपाएंगे तो വൃദ്ധി होती रहेगी. പാപങ്ങളെ മറച്ചു വെച്ചാൽ വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. പദവിയും ഭ്രഷ്ടമാകും. പാപങ്ങളെ മറച്ചു വെച്ചാൽ വൃത്തി ഉണ്ടായിക്കൊണ്ടിരിക്കും, പദവിയും ഭ്രഷ്ടമാകും, ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. സാഗാര ബാബയുടെ അടുക്കൽ തന്റെ സത്യസത്യമായിട്ടുള്ള വാർത്തകൾ പറയണം. അല്ലെ, ബാബ പറയുന്നത്, കുട്ടികള് സർജന്റെ മുന്നിൽ ഒരിക്കലും തന്റെ രോഗം മറച്ചു വെക്കരുത്. പാപങ്ങളെ മറച്ചു വെച്ചാൽ വൃത്തി ഉണ്ടായിക്കൊണ്ടിരിക്കും, പദവിയും ഭ്രഷ്ടമാകും, ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ഗീതം ബച്ചപ്പനി കെ ദിൻ റുലാന ദിന, ആജ് ഗസേക്കൽ റുലാന ദിന. അല്ലെ, കുട്ടിക്കാലത്തിന്റെ നാളുകൾ മറക്കരുത്,
ഇന്ന് ചിരിച്ചിട്ട് നാളെ കരയരുത്. ओम शांति। बच्चों ने गीत सुना कि बाप बच्चों को सावधानी देते हैं कि हे बच्चे तुम आकर ईश्वर के बलि हो. കുട്ടികള് പാട്ട് കേട്ടു. ബാബ കുട്ടികൾക്ക് ബാബ കുട്ടികൾക്ക് അറ്റൻഷൻ നൽകാണ്. ഹേ കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ ഈശ്വരന്റേതായി മാറിയിരിക്കുകയാണ്. और जानते हो हम ईश्वर की संतान है. നമ്മൾ ഈശ്വരന്റേതായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം നമ്മൾ ഈശ്വരീയ സന്താനങ്ങളാണ്. സാരി ദുനിയ മാൻതി ഹേ ഓ ഗോഡ് ഫാദർ ഹേ. മുഴുവൻ ലോകവും അംഗീകരിക്കുന്നുണ്ട് ബാബ ഗോഡ് ഫാദർ ആണ്. ഫാദർ മാന ഹം ഉൻകി സന്താൻ ഹേ. ബാബ ഫാദർ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ബാബയുടെ സന്താനങ്ങളാണ്. പരമപിതാത്തോ ബച്ചേ ഹി കഹേംഗെ. പരമപിതാവ് എന്ന് വിളിക്കുന്നത് കുട്ടികളാണ്. തും ലൗകിക ബച്ചേ തോ അബ് പാർലൗക് ബാപ് കെ ബനെ ഹോ. നമ്മള് ലൗകിക കുട്ടികളായിരുന്നു, ലൗകിക മാതാപിതാക്കളുടെ കുട്ടികളായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ആരായിരിക്കുന്നു? പാർലൗകിക അച്ഛന്റെ കുട്ടികളായിട്ട് മാറി. ഇസ്ലിയെ എന്തിനു വേണ്ടിയാണ് പാർലൗകിക അച്ഛന്റെ കുട്ടികളായത്? ബേഹദ് കെ ബാപ് സെ ബേഹദ് കാ സുഖ കാ വർഷ ലേനെ കെ ലിയെ. പരിധികളില്ലാത്ത അച്ഛന്റെ അടുക്കൽ നിന്ന് പരിധികളില്ലാത്ത സ്വത്ത് നേടുന്നതിന് വേണ്ടി. ബാബ ഹി സ്വർഗ കാ രചയിത. ബാബ സ്വർഗത്തിന്റെ രചയിതാവാണ്. സ്വർഗമേ ജരൂർ ദേവതാവോ കി ബാദശാഹി. സ്വർഗത്തില് ദേവി ദേവതകളുടെ ചക്രവർത്തി പദവിയാണുള്ളത്, അവരുടെ രാജ്യഭാഗ്യമാണുള്ളത്. യേ ജാൻകർ തും ബച്ചേ ബനെ ഹോ. ഇത് അറിഞ്ഞിട്ടാണ്, മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ബാബയുടെ കുട്ടികളായി തീർന്നിരിക്കുന്നത്. രാജാക്കോ അഗർ ബച്ച നഹി ഹോത്താ തോ ഗോദ് മേ ലേത്തെ ഹേ. അഥവാ രാജാവിന് കുട്ടികളില്ല എന്നിരിക്കട്ടെ, എന്ത് ചെയ്യും? കുട്ടിയെ ദത്തെടുക്കും. ഗോദ് ലേത്തെ ഹേ തോ സാഹുക്കാർ കി. കബി ഗരീബ് കെ ഗോദ് നഹി ലേംഗെ. എപ്പോഴും സമ്പന്നരാണ് കുട്ടികളെ ദത്തെടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അല്ലെ, മക്കളില്ലെങ്കിൽ ദത്തെടുക്കും. നിർധനരായിട്ടുള്ളവര് അങ്ങനെ ദത്തെടുക്കാറൊന്നുമില്ല. കുച്ച് ലാഭ ഹോഗ തബ് ഗോദിലേക്ക്. എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകണല്ലോ, എങ്കിലല്ലേ അഡോപ്റ്റ് ചെയ്യുള്ളൂ കുട്ടികളെ. ഇപ്പൊ തന്റെ നിറയെ സ്വത്തുണ്ട്, അതിന്റെ അധികാരിയാക്കണം, അല്ലെ? അങ്ങനെയൊക്കെയാണ് കുട്ടികളെ ദത്തെടുക്കുന്നത്. തുമ്പി അഭി ജാൻതേ ഹോ ഹം ഈശ്വർ കെ ബനെ ഹേ. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് അറിയാം, നമ്മൾ ഇപ്പോൾ ഈശ്വരന്റേതായിട്ട് മാറിയിരിക്കുകയാണ്. ഉസേ സ്വർഗക്ക് ബാദശാഹി മിലേഗി. അല്ലെ, ഭഗവാന്റെ അടുക്കൽ നിന്ന് നമുക്ക് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി ലഭിക്കുന്നു. അപ്പൊ ഏസേ ബാബ് കവി ഭൂൽന നഹി ചാഹിയേ. അങ്ങനെയുള്ള ബാബയെ കുട്ടികൾ ഒരിക്കലും മറക്കുവാൻ പാടില്ല. ഉൻകി മത് പർ ചലന ചാഹിയേ. ബാബയുടെ ശ്രീമത് പ്രകാരം കുട്ടികൾ നടക്കേണ്ടത് ആവശ്യമാണ്. രാവൺ കി മത് പർ വികർമ്മ കർത്തേ രഹേംഗെ. രാവണന്റെ വഴിപ്രകാരം നടക്കുന്ന കുട്ടികൾ വികർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻ 5 വികാരോ കെ വശ് നഹി ഹോന ഹേ. ബാബ പറയാണ്, കുട്ടികളെ 5 വികാരങ്ങൾക്ക് അടിമപ്പെടാൻ പാടില്ല. കഹാബി ദേക്കോ ധോക്കാ കാത്താ ഹും ജറ്റ് ബാബ സെ പത്തിലേന. എവിടെയെങ്കിലും നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ ബാബയുടെ അടുക്കൽ നിന്നും ശ്രീമത്ത് സ്വീകരിക്കണം. അല്ലെ, ബാബയോട് ശ്രീമത്ത് ചോദിക്കണം. കർമ്മ വികർമ്മ ബനാനെ പേലെ പൂച്ചന ചാഹിയേ. തന്റെ കർമ്മങ്ങൾ വികർമ്മങ്ങളാക്കുന്നതിന് മുമ്പ് ബാബയോട് ചോദിക്കേണ്ടത് ആവശ്യമാണ്. ബാബ ഹം യേ കർ സക്തേ ഹേ. ബാബയോട് ചോദിക്കണം, ബാബ ഞാൻ ഇത് ചെയ്യാമോ? തോ സംജായ ജാത്താ ഹേ കബി ദേഹാഭിമാൻ മേ നഹി ആനാ ഹേ. ബാബ കുട്ടികൾക്ക് അപ്പോൾ മനസ്സിലാക്കി തരും, അല്ലേ? ബാബ കാരണം ഇത് ചെയ്താൽ വികർമ്മമാകുമെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെ, നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ബാബയോട് നിർദ്ദേശം ചോദിക്കണം. ബാബ ബാബ അപ്പോൾ മനസ്സിലാക്കി തരും. അപ്പോൾ ഒരിക്കലും നമ്മൾ ദേഹാഭിമാനത്തിലേക്കോ ദുരഭിമാനത്തിലേക്കോ വരരുത്. അപ്നേക്കോ ആത്മസമജ് പരംപിത പരമാത്മാക്ക് മത്പർ ചലത്തേന. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി പരമപിത പരമാത്മാവ് നൽകുന്ന ശ്രീമത്തിലൂടെ, അല്ലെ, ബാബയുടെ നിർദ്ദേശങ്ങളിലൂടെ നടന്നുകൊണ്ടേയിരിക്കണം. കദം കദം ഓരോ ചുവടിലും ബാബയുടെ നിർദ്ദേശങ്ങളിലൂടെ നടക്കണം. കബി കോയി ബാത്ത് സമജ് മേ ന ആയേ തോ പൂച്ഛന
कि बाबा मैं फलाने पर फिदा हुआ हूँ. അഥവാ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ബാബയോട് ചോദിക്കണം. അല്ലെ, ബാബയോട് പറയണം, ബാബ ഈ വ്യക്തിയിൽ ഞാൻ ബലിയായിരിക്കുകയാണ്. മേരേക്കോ കാം കെ ഭൂത്തിനെ ഗേരാ ഹേ, കാമമാകുന്ന ഭൂതം അല്ലെ എന്നെ പിടികൂടിയിട്ടുണ്ട് എന്ന് ബാബയോട് പറയണം. तो तूफान तो बहुत आएंगे परंतु अपने को संभालना ही. കൊടുങ്കാറ്റുകൾ ധാരാളം വരും, പക്ഷേ സ്വയത്തെ സംരക്ഷിക്കണം. ഗട്ടർ മേ ഗിരാ തോ ഗോയ ബേഗത് കെ ബാപ് കോ ഗുൽ കാലാമു കർ ദിയ. അഥവാ ഗട്ടറിൽ പോയി വീണിട്ടുണ്ട് എങ്കിൽ പരിധികളില്ലാത്ത അച്ഛനെ മറന്ന് മുഖം കറുപ്പിച്ചു എന്നാണ് അർത്ഥം. ബാബ തുംകോ ഗോര ബനാനെ ആയിരിക്കെ. ബാബ കുട്ടികളെ വെളുപ്പാക്കി മാറ്റുവാനായിട്ട് വന്നിരിക്കുകയാണ്. ഇസ്ലിയെ പാഞ്ച് വികാരവും കെ പന്തേമേ കബീനകി ഫസ്നായി. അതുകൊണ്ട് പഞ്ചവികാരങ്ങളുടെ കെണിയിൽ ഒരിക്കലും കുടുങ്ങാൻ പാടില്ല. ഫസേങ്കെ തബ് തോ ദേഹാഭിമാൻമേ ആയെങ്കിൽ. പഞ്ചവികാരങ്ങളിൽ ഏതെങ്കിലും വികാരങ്ങൾക്ക് അടിമപ്പെടുമ്പോഴാണ് ദേഹാഭിമാനത്തിലേക്ക് വരുന്നത്. ദേഹി അഭിമാനി ഹോഗ തോ ബാബ കാ ഡർ രഹേഗ. ആത്മാഭിമാനിയായിട്ടുള്ള കുട്ടികൾക്ക് ബാബയോട് ഭയമുണ്ടായിരിക്കും. വികാർമേ ജാനെ സേ ബഡാ വികർമ്മ ബൻ ജായേഗ. വികാരത്തിലേക്ക് പോകുന്നതിലൂടെ വലിയ വികർമ്മങ്ങൾ ഉണ്ടാകും. ക്യോങ്കി തുമ്നെ വികാരവും കാ ദാൻ ദിയാ ഹൈ. കാരണം നിങ്ങൾ വികാരങ്ങളുടെ ദാനം നൽകിയവരാണ്. അഗർ ദാൻ ദേക്കർ വാപ്പസ് ലിയാ തോ ഹാൽ വഹി ഹോഗ ജैसे ഹരിചന്ദ്ര കാ മിസാൽ. അഥവാ ദാനം നൽകിയിട്ട് അല്ലെ, പഞ്ചവികാരങ്ങളെ ദാനം നൽകിയിട്ട് തിരിച്ചെടുക്കുകയാണെങ്കിൽ അല്ലെ ഹരിചന്ദ്രന്റെ അവസ്ഥയായിട്ട് മാറും. ഓ പൈസയ്ക്ക് കൊയ് ബാത്ത് നഹി. ഇവിടെ പൈസയുടെ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. യഹാ തോ ഹേ പഞ്ച് വികാരവും കാ ദാൻ. ഇവിടെ പഞ്ചവികാരങ്ങളുടെ ദാനമാണ്. തുമാരെ പാസ് ജോ കാണ്ടേ ഹേ ഓ ദാൻ ദേദോ. അല്ലെ, നിങ്ങളുടെ അടുക്കലുള്ള പഞ്ചവികാരങ്ങളാകുന്ന മുള്ളുകളെ ദാനം നൽകൂ. കബി കമ്മ നഹി ലാനാ ഹേ. ദാനം നൽകി കഴിഞ്ഞാൽ അതേ പഞ്ചവികാരങ്ങൾക്ക് അടിമപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. അല്ലെ, ആ പഞ്ചവികാരങ്ങൾക്ക് അടിമപ്പെട്ട് കർമ്മം ചെയ്യാൻ പാടില്ല. അഗർ വാപ്പസ് ലേന ഹോത്തോ ഇത്ലാവ് കർണ. ബാബ പറയാണ്, അഥവാ നിങ്ങൾക്ക് ഈ പഞ്ചവികാരങ്ങളില് ബാബയ്ക്ക് ദാനം നൽകിയത് തിരിച്ചെടുക്കണമെങ്കിൽ അല്ലെ ബാബയോട് പറയണം, അല്ലെ ബാബയെ അറിയിക്കണം. നാ ബത്താനെ സേ ബാബ വൃദ്ധിക്കോ പാത്താ ജായേഗ. അല്ലെ, ഏതെങ്കിലും വികാരങ്ങൾ നിങ്ങളെ പിടികൂടിയിട്ടുണ്ട്, അതിന് നിങ്ങൾ അടിമപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അല്ലെ ബാബയ്ക്ക് ദാനം കൊടുത്തത് തിരിച്ചെടുക്കുമ്പോൾ ബാബയോട് പറയണം. പറഞ്ഞില്ലെങ്കിൽ പാപത്തിന്റെ വൃത്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വികാരമേ ജാത്തെ രഹേംഗെ. അല്ലെ, വികാരത്തിലേക്ക് പോയി അല്ലെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പാപത്തിന്റെ വൃത്തി ഉണ്ടാകും. അല്ലെ, വീണ്ടും വീണ്ടും വികാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ബത്ലാനെ സേ സഹായത. പക്ഷെ ബാബയുടെ അടുത്ത് പറയൂ, അപ്പൊ ബാബ കുട്ടികളെ സഹായിക്കും. ഹം ശിവ ബാബ കെ ബച്ചേ ഹേ ബാബ് സെ പ്രതിജ്ഞ കി ഹേ. നമ്മൾ ശിവബാബയുടെ കുട്ടികളാണ്, ബാബയോട് നമ്മൾ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. കവി ഹാർനകി ഖായെങ്കിൽ. നമ്മൾ ഒരിക്കലും അല്ലെ തോൽക്കാനല്ല പഠിക്കുന്നത്. അല്ലെ, ബാബയുടെ അടുക്കൽ എത്തിയിരിക്കുന്നത് തോൽക്കാനല്ല. നമ്മൾ ഒരിക്കലും തോൽക്കുകയില്ല. तो ये है पांच विकारों रूपी दुश्मन को जीतने का बॉक्सिंग. ബാബ പറയാൻ ഇവിടെ നടക്കുന്നത് ബോക്സിംഗ് ആണ്. അല്ലെ, ബാബയുടെ അടുക്കൽ നമ്മൾ പ്രതിജ്ഞ ചെയ്തു, പിന്നെ നമ്മുടെ മുന്നിൽ എത്ര കൊടുങ്കാറ്റ് വന്നാലും തോറ്റു പോകാൻ പാടില്ല. ബാബ പറയാണ്, പഞ്ചവികാരങ്ങളാകുന്ന ശത്രുവിനെ ജയിക്കുവാനുള്ള ബോക്സിംഗ് ആണിത്. ഇസ്മേ കബി ഹരായെങ്കിൽ നഹി. ഇത് തോൽക്കാൻ വേണ്ടിയിട്ടല്ല ഈ ബോക്സിംഗ്. അല്ലെ, പഞ്ചവികാരങ്ങളുടെ കൂടെ നമ്മള് ബോക്സിംഗ് ആണ്, പക്ഷെ ഇത് തോറ്റു പോകാനല്ല. അഗർ ഗിരാത്തോ ശിവബാബ തോ ജഡ് ജാൻ ജായേഗ. അഥവാ കുട്ടികൾ വീണു പോയാൽ ശിവബാബയ്ക്ക് വേഗം അറിയാൻ പറ്റും. ഹുക്കും മിലാ ഹുവാ ഹേ സാഗാർ കോ ലിഖന നഹി ലിഖേംഗെ തോ വികർമ്മ ബഡ്താ ജായേഗ. അല്ലെ, ബാബയുടെ ആജ്ഞ ലഭിച്ചിരിക്കുകയാണ്. അല്ലെ, അഥവാ നിങ്ങൾ വീണു പോയാൽ ബാബയ്ക്ക് എഴുതണം. എഴുതിയില്ലെങ്കിൽ പാപകർമ്മം വീണ്ടും ആവർത്തിക്കപ്പെടും. അല്ലെ, വികാരങ്ങളിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കും, വികർമ്മങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. സൗ ഗുണ സജ ഖാനി പടേഗി. 100 മടങ്ങ് ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടും വരും. ബാബാക്കു ബത്താനെ സേ ആദാ കട്ട് ഹോ ജായേഗ.
പക്ഷെ ബാബയുടെ അടുത്ത് തുറന്നു പറയുമ്പോൾ പകുതി പാപം കട്ടാകും. ऐसे बहुत बच्चे हैं जो लज्जा के मारे समाचार देते नहीं हैं. നിറയെ കുട്ടികൾ അങ്ങനെയുണ്ട്, ലജ്ജ കാരണം ബാബയ്ക്ക് വാർത്തകളൊന്നും കൊടുക്കാറില്ല, അല്ലെ? തന്നെ കുറിച്ചുള്ള വാർത്തകൾ പറയുന്നില്ല. कोई तो गंदी बीमारी होती है तो सर्जन को बताने से दिल खाती है, बताने में दिल खाती है. അല്ലേ? ബാബ പറയണ വളരെ മോശമായ രോഗമൊക്കെയാണ് എങ്കില്, ഇപ്പൊ ആരെങ്കിലും വഴി പഠിച്ച് നടന്നിട്ടുണ്ടായ വല്ല രോഗമാണെങ്കില് അവർക്ക് ചെന്ന് ഡോക്ടറോട് പറയാൻ തന്നെ ഒരു ലജ്ജയായിരിക്കും, നാണക്കേടായിരിക്കും, അല്ലെ? ഉള്ളിലിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സർജൻ ക്യാ കഹെങ്കെ, സർജൻ എന്തായിരിക്കും പറയാ? ഫിർ നതീജ ക്യാ നിക്കൽത്താ ഹെ, പിന്നീട് റിസൾട്ട് എന്തായിരിക്കും? ബിമാരി ബഡ്തി ജാതി ഹെ, രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ബാബ് സംജാത്തെ ഹെ ബच्चे कोई भी पाप हो तो छिपाना नहीं. ഇവിടെ ബാബ മനസ്സിലാക്കി തരികയാണ്, മക്കളെ എന്തെങ്കിലും പാപം നിങ്ങൾ ചെയ്താൽ ഒരിക്കലും സർജന്റെ അടുക്കൽ, അല്ലെ, സുപ്രീം സർജന്റെ അടുക്കൽ മറച്ചു വെക്കാൻ പാടില്ല. നഹിത്തോ ബിൽക്കുൽ പദ ഭ്രഷ്ട ഹോ ജായേഗ, ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പദവി ഭ്രഷ്ടമാകുന്നു. കൽപ്പ കൽപ്പാന്തർ ऐसा ही പദ ഭ്രഷ്ട മിലേഗ, കൽപ്പ കൽപ്പാന്തരം ഇതുപോലെ തന്നെ പദവി ഭ്രഷ്ടമാകുകയും ചെയ്യും. എന്നുവെച്ചാൽ ഇപ്പൊ പദവി ഭ്രഷ്ടമായാൽ കൽപ്പ കൽപ്പം ഇതേപോലെ പദവി ഭ്രഷ്ടമാകുന്നു. പേര് അല്ലെ ഭ്രഷ്ട പദവിയായിരിക്കും ലഭിക്കുക. പേര് ജ്ഞാനത്തോ ലേനകിസൊക്കെ, പിന്നെ നമുക്ക് ഈ ജ്ഞാനം സ്വീകരിക്കാൻ പോലും പറ്റില്ല. പൂച്ചത്തെ ബാബ ഉനിക്ക് ഗതി ക്യാ ഹോഗി, അല്ലെ? ചോദിക്കും, ബാബ ഈ ആത്മാവിന്റെ ഗതി എന്തായിരിക്കും? ബഹോ സജായിട്ടായെങ്കിൽ, അല്ലെ, പാപങ്ങൾ ചെയ്ത് ചെയ്ത് നിറയെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ഖയാമത്ത് കെ സമയം സജാവോ കാ ഹിസാബ് കിതാബ് ചുക്കു ഹോത്താ ഹെ, അന്തിമ സമയത്ത് ശിക്ഷകളിലൂടെ കർമ്മ കണക്കുകൾ പൂർത്തിയാവുകയാണ്. ജैसे കാശി കൽബട്ട് കാത്തെ ഹി, അല്ലെ? ഭക്തര് പോയിട്ട് എന്താ ചെയ്യാ, അല്ലെ? ശിവന്റെ അടുക്കല് സ്വയത്തിന് ബലി അർപ്പിക്കാന്ന് പറഞ്ഞിട്ട് കാശിയിലെ വാളുകളൊക്കെ പിറ്റിതിരിക്കുന്ന കിണറ്റിലേക്ക് എടുത്ത് ചാടും, ശിവന് സ്വയത്തെ ബലി കഴിപ്പിക്കാന്ന് പറഞ്ഞിട്ട്. സച്ച് സച്ച് ശിവ പർ ബലി തും അബ് ചടുത്തെ ഹോ, അല്ലെ? സത്യത്തില് ശിവനില് ബലിയാകുന്നവർ നിങ്ങൾ ഇപ്പോഴാണ്. ഈ സമയത്താണ് നമ്മൾ കുട്ടികള് ശിവനിൽ ബലിയാകുന്നത്. ശിവക്ക ബൻത്തെ ഹോ വർഷ ലേഖിക്ക്, ശിവബാബയുടേതായിട്ട് നമ്മൾ മാറുന്നത് സ്വത്ത് നേടുന്നതിന് വേണ്ടിയാണ്. ബാക്കി ജോ കാശി കൽവട്ട് കാത്തെ ഹെ വോ ഗാത് കർണ ഹെ, ബാക്കി കാശിയിൽ പോയിട്ട് ആ കിണറ്റിൽ ചാടുന്നത് ശരിക്കും ആത്മഹത്യ തന്നെയാണ്. परंतु नवदा भक्ति से बलि चढ़ते हैं, जो पाप किए हुए हैं उनकी सजा उस समय भोगकर पाप खत्म होते हैं. പക്ഷെ തീവ്ര ഭക്തി ചെയ്യുന്നവര് സ്വയം സ്വയത്തിനെ ഇതുപോലെ കാശിയിലും കിണറ്റിലും ഒക്കെ ബലി അർപ്പിച്ചിട്ട് എന്താണ് അവര് ചെയ്തിരിക്കുന്ന പാപങ്ങളുടെ ശിക്ഷ ആ സമയത്ത് അനുഭവിച്ച് തീർത്ത് അവരുടെ പാപങ്ങളും തീരും. फिर पाप करने से भी तो छूट ना सके, പക്ഷെ അത് വിചാരിച്ചിട്ട് പാപം ചെയ്യുന്നതിൽ നിന്ന് അവർ രക്ഷപ്പെടണമെന്നില്ല. വീണ്ടും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ മേലെ നമുക്ക് ശ്രദ്ധ വേണം. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് ഏതാണ് പാപമാകുന്നത് ഏതാണ് പുണ്യമാകുന്നത് പല പല എന്താ പറയാ നമ്മുടെ എന്താ പറയാ ഗുണമൂലമായി കിടക്കുന്ന രാവണ സംസ്കാരങ്ങൾ നമ്മളിൽ ഉണ്ടാവും. അത് നമ്മൾ ആവർത്തിക്കുന്നത് പോലും നമ്മൾ അറിയില്ല. നമ്മൾ അറിയാതെ തന്നെ പാപം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ മേലെ നമുക്ക് വളരെ ശ്രദ്ധ വേണം. അല്ലാതെ പാപം ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. യോഗ അഗ്നി സ്നേഹി പാപ ഭസ്മ ഹോ സക്തി. ബാബ പറയാണ് യോഗ അഗ്നിയിലൂടെ മാത്രമാണ് പാപങ്ങൾ ഭസ്മമാകുന്നത്. മായക്കെ രാജ്യമേ കർമ്മ വികർമ്മ ഹി ബൻതേ ഹി. മായയുടെ രാജ്യത്തിൽ കർമ്മങ്ങൾ വികർമ്മങ്ങളായി മാറുന്നു. സത്യുഗമേ വികർമ്മനഹി ബൻത. സത്യുഗത്തിൽ വികർമ്മങ്ങൾ ഉണ്ടാകുന്നില്ല. ക്യോങ്കി മായക്ക രാജ്യ നഹി. കാരണം മായയുടെ രാജ്യമില്ല. അവർ സാരി ദുനിയ ഭ്രഷ്ടാചാരി. പക്ഷെ ഇപ്പോൾ മുഴുവൻ ലോകവും ഭ്രഷ്ടാചാരിയാണ്. പേല നമ്പർ ഭ്രഷ്ടാചാർ വികാരമേ ജാന. ആദ്യത്തെ നമ്പറിലുള്ള ഭ്രഷ്ടാചാരമാണ് വികാരത്തിലേക്ക് പോകുക. അതാണ് ഫസ്റ്റ് നമ്പറിലുള്ള ഭ്രഷ്ടാചാരം. जो पैदा ही भ्रष्टाचार से होते हैं वो पाप ही करते हैं. ആരാണോ ഭ്രഷ്ടാചാരത്തിലൂടെ ജനിക്കുന്നത് അവര് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. यही रावण राज्य, रावण को जलाते हैं परंतु रावण क्या चीज से बिल्कुल नहीं जानते. ഇത് രാവണ രാജ്യമാണ്.
രാവണനെ കത്തിക്കുകയാണ്. രാവണൻ എന്ത് വസ്തുവാണ് അല്ലെ? അല്പം പോലും അത് അറിയുകയില്ല. രാവൺ കഹാനി ജാത്താഹെ പഞ്ചവികാരോ. രാവണൻ എന്ന് വിളിക്കുന്നത് പഞ്ചവികാരങ്ങളെയാണ്. സ്വർഗമേ വികാർ ഹോത്തനി. സ്വർഗത്തിലെ ഈ വികാരങ്ങളൊന്നുമില്ല. ഇസ്ലിയെ ഉൽപ്പോ വൈസ്ഡസ് പേട് കഹാ ജാത്താ ഹെ. ബബ പറയാണ് പഞ്ചവികാരങ്ങൾ സ്വർഗത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് സ്വർഗത്തിനെ നിർവികാരി ലോകം എന്ന് വിളിക്കുന്നത്. വഹാ ദൂസര കൊയി രാജ്യ അഥവാ ഖണ്ഡ് ഹോത്തൻ. ബബ പറയാണ് നിർവികാരി ലോകമായ ഭാരതത്തില് ഭാരതദേശമല്ലാതെ മറ്റൊരു ഭൂഖണ്ഡങ്ങളും ഇല്ല. ഇസ്ലാമി ബൗദ്ധി ആദി സപ്പീച്ച് ആയിരുന്നു. ഇസ്ലാമികളും ബൗദ്ധികളും ഒക്കെ പുറകെ വന്നവരാണ്, പിന്നീട് വന്നവരാണ്. സദോ പ്രധാന ഒത്തേക്ക് ഫിർ രജോ തമോമേ ആത്തെ. ആദ്യം അവരും സദോ പ്രധാനമായിരുന്നു, പിന്നീട് രജോ തമോവിലേക്ക് വന്നു. സത്യയുഗ ത്രേതാമി സമ്പൂർണ്ണ നിർവികാരി थे, अब धीरे धीरे സമ്പൂർണ്ണ വികാരി ബന്ധേ ആയേ ഹെ. ബാബ പറയാണ് സത്യയുഗം ത്രേതായുഗത്തില് സമ്പൂർണ്ണ നിർവികാരികളായിരുന്നു ദേവി ദേവതകൾ. പിന്നീട് മെല്ലെ മെല്ലെയാണ് അവര് സമ്പൂർണ്ണ വികാരിയായിട്ട് മാറിയത്. പൂര വികാരി ബന്ധമേ ബി സമയം ലഗ്താഹെ. പൂർണ്ണമായി വികാരിയാകാൻ സമയമെടുക്കും. എത്ര സമയമെടുത്തു നിർവികാരി വികാരിയാകാൻ, പൂർണ്ണമായി വികാരിയാകാൻ എത്ര സമയമെടുത്തു? 5000 വർഷം എടുത്തു സമ്പൂർണ്ണ വികാരിയാകാൻ. ദ്വാപരയുഗത്തില് വികാരം ആരംഭിക്കുന്നതല്ലേ ഉള്ളൂ അല്ലെ? കലിയുഗം വരുമ്പോഴേക്കാണ് സമ്പൂർണ്ണ വികാരിയാകുന്നത്. तो पूरे विकारी बनने में समय लगता है. तो कलयुग में 16 कला, फिर 14 कला, फिर कला उतरते जाते. സത്യയുഗത്തിലെ ആത്മാവ് 16 കല സമ്പൂർണ്ണരായിരുന്നു. പൂർണ്ണചന്ദ്രനെ പോലെ, പൗർണമിയിലെ ചന്ദ്രനെ പോലെ. പിന്നെ കല കുറഞ്ഞു കുറഞ്ഞ് എന്തായി? 2 കല കുറഞ്ഞു. ത്രേതായുഗത്തിലേക്ക് വന്നപ്പോഴേക്കും ആത്മാക്കൾ എന്തായി? 2 കല കുറഞ്ഞ ചന്ദ്രനെ പോലെ ആത്മാവ്. ക്യോങ്കി ഹേഹി ഉത്തർത്തി കല, കാരണം ജന്മങ്ങൾ എടുക്കും തോറും നമ്മൾ ഇറങ്ങുന്ന കലയിലാണ്. അപ്പൊ തുമാരി ഹെ ചട്ടി കല, ഇപ്പോൾ നിങ്ങൾ കുട്ടികള് കയറുന്ന കലയിലാണ്. പിന്നെ ദ്വാപരയുഗത്തിലേക്ക് വന്നപ്പോ എത്രയായി? 16 കല, 14 കല, 8 കല. കലിയുഗത്തിലേക്ക് വന്നപ്പോ 4 കല. കലിയുഗ അന്ത്യത്തിൽ വന്നപ്പോ 9 കല. അല്ലെ? ബാബ പറയണ ഇപ്പൊ നമ്മള് കയറുന്ന കലയിൽ. ചട്ടി കല രാം ബനാത്തെ, ഉത്തർത്തി കല രാവണ ബനാത്തെ. കയറുന്ന കലയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് രാമനാണ്. ഇറങ്ങുന്ന കലയിലേക്ക് നമ്മളെ കൊണ്ടുപോയത് രാവണനാണ്. ജയ്സെ ചന്ദ്രമാക്കെ ധീരെ ധീരെ കല കം ഹോത്തി ജാത്തി. ചന്ദ്രന് കലകള് പതുക്കെ പതുക്കെ കുറയുകയാണ്. ദുനിയാവി ഏസെ, ലോകവും അങ്ങനെ തന്നെയാണ്. അഭിത്തോ കല, ഇപ്പോഴാണെങ്കിൽ ഒരു കലയുമില്ല. ഏസെ സമയം പർ ബാപ്പാക്കർ 16 കല ബനാത്തെ. അങ്ങനെയുള്ള സമയത്ത് ബാബ വന്നിട്ട് 16 കലയാക്കി മാറ്റാണ്. ഏ ഖേൽ സാര ഭാരത് കെ ഉപ്പർ ഹി ബനാ ഹുവാ ഹെ. ഈ കളി മുഴുവൻ ഭാരതത്തിലാണ് നടക്കുന്നത്. വർണ്ണബി ഭാരത് പർ ഹി ഹെ. വർണ്ണവും ഈ ഭാരതത്തിലാണ്. നഹി തോ 84 ജന്മം കാ ഹിസാബ് കഹാ. ഇല്ലെങ്കിൽ 84 ജന്മങ്ങളുടെ കണക്ക് പിന്നെ എവിടെ നിന്നാണ്? ബാബ് സംജാത്തെ ഹെ യേ ഹേ ഹി അയൻ ഏജ്ഡ് ദുനിയ. ബാബ മനസ്സിലാക്കി തരികയാണ്, മക്കളെ ഇത് ഇരുമ്പ് യുഗമാണ്, ഇരുമ്പ് യുഗത്തിന്റെ ലോകമാണ്. കലിയുഗ അന്ത് ഫിർ സത്യയുഗ ആദി ഹോഗ. കലിയുഗത്തിന്റെ അന്ത്യത്തിന് ശേഷം സത്യയുഗത്തിന്റെ ആദി ഉണ്ടാകും. ജോ ദേവി ദേവത ധർമ്മവാലെ ധർമ്മഭ്രഷ്ട കർമ്മഭ്രഷ്ട ഹോഗി. ബാബ പറയാണ് ദേവി ദേവത ധർമ്മത്തിൽപ്പെട്ടവർ ധർമ്മഭ്രഷ്ടരും പിന്നെ കർമ്മഭ്രഷ്ടരുമായി തീർന്നിരിക്കും. ഓ ഫിർ ആയെങ്കിൽ അവരാണ് വീണ്ടും വരുന്നത്. തും ആയേ ഹോ നാ ദേഖോ ജാഡ് കെ അന്ത് മേ ബ്രഹ്മ ഖടാ ഹെ. അല്ലെ? ബാബ പറയാണ് നിങ്ങൾ കുട്ടികളും വന്നിരിക്കുകയാണ്. നോക്കൂ, വൃക്ഷത്തിന്റെ അന്ത്യത്തിൽ ബ്രഹ്മാവ് നിൽക്കുകയാണ്. അല്ലെ? നമ്മള് എന്താണ് സൃഷ്ടി വൃക്ഷത്തിന്റെ ആ ചിത്രത്തിൽ കാണാൻ പറ്റും.
വൃക്ഷത്തിന്റെ ഏറ്റവും മുകളിലായിട്ട് ബ്രഹ്മാവ് നിൽപ്പുണ്ട്. तो वो सदो प्रधान और नीचे तपस्या कर रहे हैं सदो प्रधान बनने के लिए. അപ്പൊ ഏറ്റവും മുകളിൽ ബ്രഹ്മാവ് നിൽക്കുമ്പോ എന്താണ്, കലിയുഗത്തിന്റെ അന്ത്യത്തിൽ എല്ലാവരും തമോപ്രധാനമായി. പക്ഷേ വൃക്ഷത്തിന്റെ ചുവട്ടിൽ എല്ലാവരും തപസ് ചെയ്യുന്നത് സദോ പ്രധാനമാകുവാൻ വേണ്ടിയാണ്. ജैसे ബ്രഹ്മ തപസ്യ कर रहे हैं. ബ്രഹ്മാവും ബ്രഹ്മകുമാർ കുമാരിമാരും തപസ്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. अब तो ब्रह्मा सदो प्रधान बन रही है. उनमें परमात्मा आकर अपने परिचय देते हैं. അല്ലെ, ബ്രഹ്മാവ് ഇപ്പോൾ സദോ പ്രധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ബ്രഹ്മാവില് പരമാത്മാ വന്നിട്ടാണ് സ്വയത്തിന്റെ പരിചയം കുട്ടികൾക്ക് നൽകുന്നത്. ഇനിക്കോ ബത്താത്തെ ഹേ ബച്ചോं को भी बताते हैं. ഈ ബ്രഹ്മബാബയ്ക്ക് തന്റെ പരിചയം നൽകാണ്, കുട്ടികൾക്കും തന്റെ പരിചയം നൽകുകയാണ്. ബാബ और तुम बच्चे जो കൽപ്പ വൃക്ഷത്തെ नीचे തപസ്യ कर रहे हैं. ബാബയും നിങ്ങൾ കുട്ടികളും കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിൽ തപസ്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് തപസ്യ ചെയ്യുന്നത്? ദേവതകളായി മാറുന്നെങ്കിൽ. ये मंदिर ഹൂബഹു തുമാരാ ജഡ് യാദഗാർ. ഈ ക്ഷേത്രം, അല്ലെ, ബാബ പറയുന്ന ക്ഷേത്രങ്ങളെല്ലാം നിങ്ങളുടെ ഓർമ്മചിഹ്നങ്ങളാണ്. നിങ്ങളാകുന്ന മൂർത്തികളെയും വിഗ്രഹങ്ങളെയും അവിടെ വെച്ചിരിക്കുകയാണ്. ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മചിഹ്നങ്ങളാണ്. अब ऐसा कोई बुद्धिमान बच्चा होगा इस मंदिर की पूरी हिस्ट्री ज्योग्राफी बताइए. അല്ലെ, അങ്ങനെയുള്ള ബുദ്ധിമാനായിട്ടുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും പറയട്ടെ. ഈ ഊഞ്ച് മന്ദിർ, ഇത് വളരെ ഉയർന്നതിലും ഉയർന്ന ക്ഷേത്രമാണ്. ഇന്മേ, അല്ലെ, അവര് പറയട്ടെ. ഇന്മേ മമ്മ ഭി ഹേ ബാബ ഭി ഹേ ബच्चे भी തപസ്യ കർ രഹേ ഹേ. അപ്പൊ ഇവിടെ എന്താണ്, അല്ലെ, ദിവാല ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ മമ്മയും ഉണ്ട് ബാബയും ഉണ്ട്, കുട്ടികളും തപസ്യ ചെയ്തുകൊണ്ടിരിക്കും. ജിനോനെ भारत को स्वर्ग बनाया, उनकी हिस्ट्री ज्योग्राफी विलायत वाले सुनेंगे तो कहेंगे ये तो हमारा बाप का मंदिर है. ഓ ബാബ പറയാണ്, ആരാണോ ഭാരതത്തെ സ്വർഗമാക്കി മാറ്റിയത്, അല്ലെ, അവരുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഫോറിൻ കൺട്രീസിലുള്ളവര് കേൾക്കുകയാണെങ്കിൽ, അല്ലെ, അവര് പറയും ഇത് ഞങ്ങളുടെ അച്ഛന്റെ ക്ഷേത്രമാണ്. അല്ലെ, നമ്മളെ ആരാണോ, അല്ലെ, ആരാണോ ഇവിടെ ഈ സൃഷ്ടിയെ സ്വർഗമാക്കി മാറ്റിയത്, അല്ലെ, അപ്പൊ ഈ സൃഷ്ടിയുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും നമ്മൾ അല്ലെ വിദേശികളോട് കേൾപ്പിക്കുകയാണെങ്കിൽ അവര് പറയും ഇത് ഞങ്ങളുടെ അച്ഛന്റെ ക്ഷേത്രമാണ്. ജോ ഭാരത് ഹെവൻ ബനാത്തെ, ഭാരതത്തിനെ സ്വർഗമാക്കി മാറ്റുന്ന ഞങ്ങളുടെ അച്ഛന്റെ ക്ഷേത്രമാണ്. ഈ സമയം പ്രാക്ടിക്കൽ മേ ബൈഠാകി, അല്ലെ, ഈ സമയത്ത് നമ്മൾ പ്രാക്ടിക്കലിലാണ്. അല്ലെ, നമ്മുടെ ഓർമ്മചിഹ്നമായിട്ടാണ് ക്ഷേത്രങ്ങൾ ഉള്ളത്. ശിവന്റെ ക്ഷേത്രമുണ്ട്, അല്ലെ, സംഗമയുഗത്തിന്റെ ഓർമ്മചിഹ്നമായിട്ട് തിരുവാട ക്ഷേത്രമുണ്ട്, അല്ലെ, ബാക്കി ഒരുപാട് ദേവീ ദേവതകളുടെ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ അവര് ഈ സംഗമയുഗത്തിൽ ചെയ്ത ശ്രേഷ്ഠ കർമ്മത്തിന്റെ പുരുഷാർത്ഥത്തിന്റെ ഫലമാണ് അവർ ആ ക്ഷേത്രത്തില് ദേവീ ദേവതകളെ പൂജിക്കുന്നത്, പൂജനീയ ദേവതകളായിട്ട് അവരെ, അല്ലെ, ആരാധിക്കുന്നത്, ഈശ്വര തുല്യതയിൽ അവരെ കാണുന്നത്. അപ്പൊ ബാബ പറയാണ്, പക്ഷെ ഈ സമയത്താണ് നമ്മൾ പ്രാക്ടിക്കൽ, അല്ലെ, നമ്മൾ തപസ് ചെയ്ത് പരമാത്മാവിനെ ഓർമ്മിച്ച്, അല്ലെ, ദിവസവും ബാബയുടെ മുരുടെ കേട്ട്, അല്ലെ, നമ്മളാണ് ഈ സമയത്ത് പ്രാക്ടിക്കൽ ദേവതകളായി മാറിക്കൊണ്ടിരിക്കുന്നത്, പുരുഷാർത്ഥം ചെയ്ത്. ഏതോ പോയി ജാനത്തെ നഹീ ഹേ. ഇവിടെ ആ അച്ഛന്റെ പാലിനെ അനുഭവിക്കുന്നത് ഈ സമയത്താണ്, പക്ഷെ ഇതാർക്കും അറിയില്ല. ഏ സബ് ചിത്ര അന്ധശ്രദ്ധക്കെ ബന്ധിഹുയി. ബാക്കിയുള്ള ലോകത്തിലുള്ള ചിത്രങ്ങളെല്ലാം അന്ധവിശ്വാസത്തിലൂടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇൻകാ ഭൂത പൂജ കഹ ജാതാ ഹേ. ഇതിനെയാണ് ഭൂതപൂജ എന്ന് വിളിക്കുന്നത്. അപ്പൊ, അല്ലെ, ബാക്കി എന്തെല്ലാം ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടോ, അല്ലെ, എന്താണ്, ഗോപസ്ത്രീകളുടെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് അരയാൽ കൊമ്പത്ത് കൊണ്ടിട്ട്, അല്ലെ, ഇങ്ങനെയൊക്കെ കാണിക്കുന്നില്ലേ, എന്തെല്ലാം എന്നിട്ട് അതെല്ലാം കൂടി വരച്ചു വെക്കാണ് ക്ഷേത്രങ്ങളിലേക്ക്, അല്ലെ. മനുഷ്യനപ്പൊ തികഞ്ഞ ദേഹാഭിമാനിയായിട്ടിരിക്കുകയാണ്, അല്ലെ, കാരണം ലോകത്തിലുള്ളവരെല്ലാം വികാരികളായ മനുഷ്യരാണ്, ദേഹാഭിമാനികളാണ്. അപ്പൊ അതേ ചെയ്യത്തുള്ളൂ. പക്ഷെ ബാബ പറയുന്നത് ഈ ചിത്രങ്ങളെല്ലാം അന്ധവിശ്വാസത്തിലൂടെ, അല്ലെ, നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. ശരിക്കും എന്താണ്, ദേവീ ദേവതകളുടെ ജഡമൂർത്തികളെ പൂജിക്കുന്നു എന്ന് പറയുന്നത് ബാബ പറയാണ് ഭൂതപൂജയാണ് ശരിക്കും. എന്ന് വെച്ചാല് ജീവനില്ലല്ലോ അവിടെ. ഗുഡിയോക്കി പൂജ, പാവകളുടെ പൂജ, അല്ലെ, എന്തുമാത്രം കൊലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, എന്തുമാത്രം ദേവതകളുടെ മൂർത്തികളെ നിർമ്മിക്കുന്നു, എന്നിട്ട് അത്രയും മൂർത്തികളെ വെച്ചിട്ട് പൂജിക്കുന്നു, അല്ലെ, അർച്ചന ചെയ്യുന്നു,
നിവേദ്യങ്ങൾ അർച്ചിക്കുന്നു അല്ലെ. ഇതെല്ലാം ചെയ്തതിന് ശേഷം എന്താണ് ആ ഇതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും, അവര് അതെല്ലാം കൂടി എടുത്ത് കടലിൽ കൊണ്ട് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഭയങ്കര ഉത്സവം ആഘോഷിച്ച് അല്ലെ, പൂജകൾ ആരാധനകൾ ചെയ്തിട്ട് കടലിൽ കൊണ്ട് ഒഴുക്കും. ഇത് പാവങ്ങളുടെ പൂജയാണോ അല്ലേ? तो गुरु नानक की आत्मा जिसने सिख धर्म की स्थापना किया. ശരിക്കും ശ്രീബാബ വന്നിട്ട് ഈ സംഗമയുഗത്തിൽ നമ്മൾ കുട്ടികളെ ആരാക്കി മാറ്റുകയാണ് അല്ലേ, ദേവതയാക്കി മാറ്റുകയാണ്. അപ്പൊ നമ്മളുടെ ആ ദേവ സംസ്കാരത്തെ നമ്മുടെ ഉള്ളിലെ ദേവതാത്മാവിനെ ഉണർത്തി നമ്മുടെ ആ ഒറിജിനൽ ആ പേഴ്സണാലിറ്റിയിലേക്ക് ബാബ നമ്മളെ കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ജീവസൃഷ്ട ദേവതകളായിട്ട് മാറുകയാണ് അല്ലെ. ആ ദേവതകളുടെ ജഡമൂർത്തികളെ പിന്നീട് പൂജിക്കുന്നു. ബാബ പറയാണ് ഗുരുനാനാക്കിന്റെ ആത്മാവ് സിഖ് ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്തു. ഓ നൈ ആത്മാതി നിർവികാര്യതി അല്ലെ. ഗുരുനാനാക്കിന്റെ ആത്മാവ് സൃഷ്ടിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, സിഖ് ധർമ്മ സ്ഥാപനയ്ക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ അല്ലെ, പുതിയ ആത്മാ, ഫ്രഷ് ആത്മാവായിട്ടാണ് വരുന്നത്. പിന്നെയോ നിർവികാരിയായിരുന്നു. അല്ലെ, അദ്ദേഹം എവിടേക്കാണ് വന്നത്? ജരൂർ കിസി ശരീരനെ പ്രവേശിക്കുക ഹോഗ. തീർച്ചയായിട്ടും അദ്ദേഹം ഇറങ്ങി വന്ന് ഏതെങ്കിലും ഒരു ശരീരത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. പവിത്ര ആത്മാ കവി ദുഃഖനെഹി ഭോഗ് സക്തി ഹെ. പവിത്രമായ ആത്മാവിന് ദുഃഖം അനുഭവിക്കേണ്ട ആവശ്യമില്ല. യേശുവിനെ ക്രൂശിച്ചു അല്ലെ. അപ്പൊ യേശുവിനെ ക്രൂശിച്ചത്, യേശുവാണ് ക്രൂശിക്കപ്പെട്ടത്, ക്രിസ്തുവല്ല ക്രൂശിക്കപ്പെട്ടത്. കാരണം ക്രിസ്തുവിന്റെ ആത്മാവിന് ദുഃഖം അനുഭവിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്നുണ്ടായവരാണ് അല്ലെ, ക്രിസ്ത്യാനികള്. അപ്പോ തീർച്ചയായിട്ടും അവിടെ ക്രൂശിക്കപ്പെട്ടത്, ആ കുരിശിൽ തറച്ചതെല്ലാം അനുഭവിക്കുന്നത് ആരാണ്? യേശുവാണ്. അപ്പൊ ഇവിടെ ബാബ പറയാണ് പവിത്രമായ ആത്മാക്കളാണ് ധർമ്മസ്ഥാപനയ്ക്ക് വരിക. പവിത്രമായ ആത്മാവിന് ദുഃഖം അനുഭവിക്കേണ്ട ആവശ്യമില്ല. പെലേത്തോ ഉൽക്കോ സുഖ ഭോഗനാഹേ ചെയ്തിട്ട് ബാബ പറയാണ് ഈ സൃഷ്ടിയിൽ ആര് വന്നാലും, അതിന് ധർമാത്മാവാണെങ്കിലും ക്രിസ്തുവാണെങ്കിലും ബുദ്ധനാണെങ്കിലും ഇബ്രാഹിം ആണെങ്കിലും ആരാണെങ്കിലും, ഈ സൃഷ്ടിയിലേക്ക് ആദ്യം വന്ന് സുഖം അനുഭവിക്കുന്നു, പിന്നീട് ദുഃഖം അനുഭവിക്കുന്നു. എന്തായാലും ക്രിസ്തുവും ബുദ്ധനൊന്നും ആ ജന്മത്തിൽ ദുഃഖം അനുഭവിച്ചു കാണില്ല. അടുത്ത ജന്മങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോഴാണ് അല്ലെ സതോപ്രധാനമായ ആത്മാവ് പിന്നെ രജോപ്രധാനം പിന്നെ തമോപ്രധാനമാകുമ്പോഴാണ് ദുഃഖം അനുഭവിക്കുന്നത്. ഏസാ പോയി വികർമ്മ ദുഃഖവും പോകെ. ബാബ പറയാണ് അവരെന്തിനാ ദുഃഖം അനുഭവിക്കുന്നത്? ഫ്രഷായിട്ട് ഇറങ്ങി വരുന്ന ആത്മാക്കള്, നിർവികാരികളായ പവിത്രമായ ആത്മാക്കള്, അവർക്ക് ദുഃഖം അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഹം ഭി പെഹലെ സമ്പൂർണ്ണ രഹത്തെ ഹെ, ധീരെ ധീരെ കലായെ കം ഹോതി ഹെ. നമ്മളും ആദ്യം സമ്പൂർണ്ണമായിരുന്നു, പിന്നെ പതുക്കെ പതുക്കെയാണ് നമ്മുടെ കലകൾ കുറഞ്ഞു വന്നത്. ഹരേക്ക് മനുഷ്യക്ക ഏസെ ഹോത്ത ഹെ. ഓരോ മനുഷ്യരും ഇങ്ങനെയാണ്. ബുലാത്തെ ഹെ പതിത പാവൻ ആവും. വിളിക്കുന്നുണ്ട്, പതിത പാവന വരൂ. ജരൂർ ആക്കർ പാവൻ സ്ഥാപന കരേഗി. തീർച്ചയായിട്ടും പരമാത്മാവ് വന്നിട്ട് പാവനമായ ലോകം സ്ഥാപിക്കും. പതിത ദുനിയാക്ക വിനാശ കരേഗി. പതിതമായ ലോകത്തിന്റെ വിനാശവും ചെയ്തു. ബ്രഹ്മദ്വാര സ്ഥാപന, ശങ്കർ ദ്വാര വിനാശ്. ഇത്തിനി അച്ചി രീതി സംജാത്തെ. ബ്രഹ്മാവിലൂടെ സ്ഥാപന, ശങ്കറിലൂടെ വിനാശം. ബാബ എത്ര നല്ല രീതിയിലാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. ये उनकी बुद्धि में बैठेगा जो देवी देवता धर्म का होगा. ബാബ പറയാണ് ഇത് അവരുടെ ബുദ്ധിയിലേ ഇരിക്കുള്ളൂ. ആരാണോ ദേവി ദേവത ധർമ്മത്തിൽ പെട്ടവർ. इसलिए बाबा कहते हैं भक्तों को ये ज्ञान दो. ബാബ പറയാണ് അതുകൊണ്ട് തന്നെയാണ് ബാബ കുട്ടികളോട് പറയുന്നത് ഭക്തർക്ക് ചെന്ന് ഈ ജ്ഞാനം നൽകൂ. कोई का भी पता नहीं है कि हम पहले देवी देवता धर्म के थे फिर असुर बनेंगे. ബാബ പറയാണ് ആർക്കും അറിയില്ല നമ്മൾ ദേവി ദേവത ധർമ്മത്തിൽപ്പെട്ടവരായിരുന്നു അല്ലെ. സനാതന ധർമ്മം ദേവി ദേവത ധർമ്മമാണ് അല്ലെ. പിന്നീട് അസുരനായിട്ട് ജന്മങ്ങൾ എടുത്തെടുത്ത് അസുരനായി മാറിയതാണ്. ലക്ഷ്മി നാരായണൻ ഒരേ 84 ജന്മം ദിയേ. ലക്ഷ്മി നാരായണൻ പൂർണ്ണമായിട്ടും 84 ജന്മം എടുത്തു. അഭി തും ശൂദ്രസെ ബ്രാഹ്മൺ ബനേക്കു. ഈ സമയത്ത് നമ്മൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായി മാറിയിരിക്കുകയാണ്. ജോ ബാദ്മേ ആത്തെ ഹെ വോ ബ്രാഹ്മൺ നഹീ ബനേംഗെ. ബാബ പറയാണ് ആരാണോ പിന്നീട് വരുന്നത് അവർക്ക് ബ്രാഹ്മണനാകാൻ സാധിക്കില്ല. സംഗമത്തിൽ വരുന്നവർക്കല്ലേ ബ്രാഹ്മണനാകാൻ പറ്റും. ये बातें उनकी बुद्धि में बैठेगी जिनकी बुद्धि कल्प पहले बैठी हुई. ബാബ പറയാണ് ബാബ നൽകുന്ന ജ്ഞാനം ആരുടെ ബുദ്ധിയിലേ ഇരിക്കുക?
ബാബ നൽകുന്ന ജ്ഞാനത്തിന്റെ ലഹരി ഏത് കുട്ടികൾക്ക് ഉണ്ടാവുക? ആരാണോ കൽപ്പം മുമ്പ് ഈ ജ്ഞാനം സ്വീകരിച്ച കുട്ടികൾ, അവര് തന്നെ ഇപ്പോഴും സ്വീകരിക്കുള്ളൂ, അവർക്ക് തന്നെ ഇപ്പോഴും ലഹരി ഉണ്ടാവും. നഹി തോ ബാഹർ ഗയ ഓർ കലാസ് അല്ലേ? പിന്നെ അല്ലെങ്കിൽ എന്താണ്, കേട്ടിട്ട് പുറത്തു പോയാൽ ഉടനെ തന്നെ മറ്റേ സോഡ വാട്ടർ പോലെയോ, ജിസ്മേ मेहनत है और जगह तो फिर कदाई सुन और घर में जाकर विकारों में गिरते हैं. ബാബ പറയാണ് ഇവിടെയാണെങ്കിൽ കുറച്ച് പരിശ്രമകരമായ കാര്യമാണ് അല്ലേ? ഇവിടെയാണെങ്കിൽ കുറച്ച് പരിശ്രമകരമായ കാര്യമാണ്. മറ്റു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കഥകള് കേട്ട് അവര് എന്നെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് കഥയൊക്കെ കേൾക്കും. കഥകളെല്ലാം കേട്ടിട്ട് അവരെന്ത് ചെയ്യും? തിരിച്ച് വീട്ടിൽ പോയിട്ട് വികാരങ്ങളിലേക്ക് വീണുപോകും. गुरु को पूरा फॉलो करते नहीं फिर followers कैसे कहलाएंगे? ഗുരുവിനെ പൂർണ്ണമായിട്ട് ഫോളോ ചെയ്യാത്തവരെ എങ്ങനെയാണ് ഫോളോവേഴ്സ് എന്ന് വിളിക്കുന്നത്? ഗുരു ലോക ഭി ഉनको कुछ कहते नहीं അല്ലെ? ഗുരുക്കന്മാര് പോലും അല്ലെ ഫോളോവേഴ്സിനോട് ഒന്നും പറയുന്നില്ല. അഗർ കഹേ ഫിർ ഏക് ഭി ഫോളോവേഴ്സ് നാ രഹേ. ഗുരുക്കന്മാര് തന്നെ പോലെ ആകാൻ വേണ്ടിയിട്ട് ഫോളോവേഴ്സിനോട് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഉണ്ടാവോ? അല്ലേ? ഒരു ഫോളോവർ പോലും കാണില്ല. അതുകൊണ്ട് ഗുരുക്കന്മാർ ഒരിക്കലും ഫോളോവേഴ്സിന് തന്റെ ജീവിത രീതിയിലേക്ക് കൊണ്ടുവരുന്നില്ല. അതായത് ശരിക്കും ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ അനുകരിക്കുന്നവരല്ലേ, പക്ഷെ അങ്ങനെ ആരും അനുകരിക്കുന്നില്ല. അഗർ കഹേ തോ ഏക് ഭി ഫോളോവർ നാ രഹേ ഫിർ ഖായേ കഹാ സേ. അല്ലെ? ഫോളോവേഴ്സ് ഇല്ലെങ്കിൽ എവിടെ നിന്നാ കഴിക്കുന്നത്? ഗൃഹസ്ഥിയോ കാത്തേ ഹേ. സന്യാസിമാര് ഗൃഹസ്ഥികളുടെ കഴിക്കുന്നു. ഫിർ വികാരിയോ കെ പാസ് ജനം ലേനാ പഡ്താ ഹേ. അവരുടെ കഴിച്ച് വികാരികളുടെ അടുക്ക പോയിട്ട് തന്നെ അവർ ജനിക്കുകയും ചെയ്യും. ദേവതായി തോ സന്യാസ് കർത്തേ. ദേവി ദേവതകള് സന്യാസികളൊന്നുമല്ല, അവര് സന്യാസം ചെയ്യുന്നില്ല, അവര് ഗൃഹസ്ഥരാണ്. ഓഹേ പ്രവൃത്തി മാർഗ സന്യാസ്. ബാബ പറയാണ് ഇവിടെ ഗൃഹസ്ഥ മാർഗത്തിന്റെ സന്യാസമാണ് ചെയ്യുന്നത്. ജോ നിവൃത്തി മാർഗ സന്യാസ് വോഹേ നിവൃത്തി മാർഗ സന്യാസ്. ബാബ പാക്കർ സ്ത്രീ പുരുഷ दोनों को समझाते हैं. बच्चे संपूर्ण पवित्र बनेंगे तो संपूर्ण राज्यपद पाएंगे. അപ്പൊ ദേവതകള് സന്യാസം ചെയ്യുന്നില്ല. ബാബ പറയാണ് ഗൃഹസ്ഥ മാർഗത്തിന്റെ സന്യാസമാണ് ഇവിടെ ഉള്ളത്. എന്നുവെച്ചാൽ വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് പോകുകയാണ്. ഭോഗേ നിവർത്തി മാർഗ സന്യാസ്. ദേവീ ദേവതകൾ ഗൃഹസ്ഥികളാണ്, അവര് നിവർത്തി മാർഗത്തിന്റെ സന്യാസമാണ് ചെയ്യുന്നത്. അല്ലെ? ബാബ പറയുന്നത് അവര് സന്യാസ മാർഗത്തിന്റെ സന്യാസം ചെയ്തു. കാരണം വെച്ചാൽ അവര് എന്താണ് സന്യസിക്കുന്നില്ല, പക്ഷെ സന്യാസികൾ ഗൃഹസ്ഥ മാർഗത്തിന്റെ സന്യാസം ചെയ്തു. ബാബ വന്നിട്ട് സ്ത്രീക്കും പുരുഷനും മനസ്സിലാക്കി തരികയാണ്. അല്ലേ? സ്ത്രീയോടും പുരുഷനോടും ബാബ പറയുന്നത് എന്താണ്? കുട്ടികളെ സമ്പൂർണ്ണ പവിത്രമായാൽ സമ്പൂർണ്ണ രാജ്യ പദവി നേടുവാൻ സാധിക്കും. കം പവിത്ര ബനേങ്കെ കം പദ് പായെങ്കെ. കുറച്ചേ പവിത്രമാകുന്നുള്ളൂ എങ്കിൽ കുറഞ്ഞ പദവിയെ നേടുള്ളൂ. ഫോളോ കർണ മാ ബാപ് കോ. അമ്മയെയും അച്ഛനെയും ഫോളോ ചെയ്യണം. ബാബ് कहते हैं माँ बाप के मिशन मेहनत करो तो गതി നശീം होगे. ബാബ പറയാണ് അച്ഛനെയും അമ്മയെയും പോലെ, മാതാപിതാവിനെ പോലെ അല്ലെ, അവരെ കണ്ട് അതുപോലെ പരിശ്രമിക്കൂ, പുരുഷാർത്ഥം ചെയ്യൂ, എങ്കിൽ അവരുടെ അല്ലെ മമ്മയുടെയും ബാബയുടെയും സിംഹാസനധാരിയാകാൻ കഴിയും. മുഖ്യ ബാധ്യയെ പവിത്രതാക്കി. ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം പവിത്രതയാണ്. अब देहाभिमान छोड़ दो मैं आत्मा हूँ बाबा लेने आया है. ഇപ്പോൾ ദേഹാഭിമാനം ഉപേക്ഷിക്കൂ, ഞാൻ ആത്മാവാണ്, ബാബ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ്. പവിത്ര ബന്നെ സേ പവിത്ര ദുനിയാക്കെ മാലിക് ബനെങ്കെ. പവിത്രമാകുന്നതിലൂടെ മാത്രമാണ് പവിത്രമായ ലോകത്തിന്റെ അധികാരിയാക്കാൻ കഴിയുന്നത്. കുംഭക മേള കൽത്തെ ഹി. കുംഭമേള എന്ന് വിളിക്കുന്നത് ത്രിവേണി ആദിക്കാഹി നദിയും കാ മേള. അല്ലെ? ത്രിവേണി എന്നൊക്കെ പറയുന്നത് നദികളുടെ മേളയാണ്. ഉൻകോ സംഗം കഹത്തെ ഹെ. വാസ്തവ മേ യേ ഹെ അനേക നദിയോ കാ സാഗർ കാ മേള. ബാബ പറയാണ് ത്രിവേണി സംഗം നദികളുടെ മേളയാണെന്ന് പറയും. അല്ലെ? ബാബ പറയാണ് ഇത് നദികളുടെയും സാഗരത്തിന്റെയും അനേക നദികളുടെയും സാഗരത്തിന്റെയും സംഗമമാണ്. അല്ലെ? സംഗമ മേളയാണ്. तो तुम सब ज्ञान नदियां हो बाप ज्ञान का सागर. അല്ലെ? നമ്മൾ കുട്ടികളെല്ലാം ജ്ഞാന നദികളാണ്, ബാബ ജ്ഞാന സാഗരനാണ്.
बाप कहते हैं मेरे से योग लगाओ तुम पति से पावन बन जाए. ബാബ പറയാണ് നിങ്ങൾ എന്റെ അടുക്കൽ യോഗം വെക്കൂ. ഞാൻ ഇല്ലേ കുട്ടികളെ ബാബയെ ഓർമ്മിച്ചാൽ യോഗം വെച്ചാൽ കുട്ടികൾ പതിതരിൽ നിന്നും പാവനമായി മാറും. മരണത്തോ ഹേഹി അല്ലെ ബാബ പറയാണ് തീർച്ചയായിട്ടും മരിച്ചേ മതിയാകും. പഴയ ലോകത്തിൽ നിന്ന് മരിക്കണം അല്ലെ മരിച്ചേ മതിയാകും. ബാപ്സെ വർഷല്ലേ ബാബയിൽ നിന്ന് സ്വത്ത് നേടണം. അബിഹി ഭക്തി കാ ഫൽ ഭഗവാൻ സേ ലേ സക്തേ ഹോ. നിങ്ങളെ ജന്മജന്മാന്തരങ്ങൾ ചെയ്ത ഭക്തിയുടെ ഫലം ഇപ്പോൾ മാത്രമാണ് ഭഗവാന്റെ അടുക്കൽ നിന്ന് നേടാൻ കഴിയും. ബാബ് കിത്നി അച്ഛി രീതി സംജാത്തെ. ബാബ എത്ര നല്ല രീതിയിലാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരും. സബീക്കി ബുദ്ധി മേ ശാസ്ത്ര ഹി ഹോം. എല്ലാവരുടെയും ബുദ്ധിയിൽ ശാസ്ത്രങ്ങൾ മാത്രമാണ്. वो यहाँ ज्ञान का सागर बाप समझाते हैं तुम श्रेष्ठ बनते हैं. ബാബ ജ്ഞാന സാഗരനായ അച്ഛൻ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ് നമ്മൾ ശ്രേഷ്ഠരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജധാനി സ്ഥാപനം കർണമേ ഇത്തിരി മേനത്ത് ഹോത്തി. രാജധാനി സ്ഥാപിക്കപ്പെടുന്നതിൽ എത്രമാത്രം പരിശ്രമമുണ്ട്. രുദ്രജ്ഞാന യജ്ഞമേ ബഹുത് വിഘ്നപ്പെടുത്തേ. രുദ്രജ്ഞാന യജ്ഞത്തിൽ ഒരുപാട് വിഘ്നങ്ങൾ ഉണ്ടാവുകയാണ്. अच्छा बेटे बेटे खिलते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. फर्स्ट पॉइंट देहाभिमान में आकर कभी भी विकारों के फंदे में नहीं फंसना है. ദേഹാഭിമാനത്തിലേക്ക് വന്നിട്ട് ഒരിക്കലും വികാരങ്ങളുടെ കെണിയിൽ കുടുങ്ങരുത്. ദേഹാഭിമാനത്തിലേക്ക് വന്നിട്ട് ഒരിക്കലും വികാരങ്ങളുടെ കെണിയിൽ കുടുങ്ങരുത്. कर्म विकर्म ना बने इसलिए कर्म के पहले बात से राय लेना है. കർമ്മം വികർമ്മങ്ങളാകാതിരിക്കാൻ കർമ്മത്തിന് മുമ്പായി ബാബയിൽ നിന്ന് നിർദ്ദേശം ആരായണം. നിർദ്ദേശം നേടണം. കർമ്മങ്ങൾ വികർമ്മങ്ങളാകാതിരിക്കാൻ കർമ്മത്തിന് മുമ്പ് ബാബയിൽ നിന്നും ബാബയോട് നിർദ്ദേശം ചോദിക്കണം. സെക്കൻഡ് പോയിന്റ് माँ बाप को फॉलो करना है. മാതാപിതാവിനെ ഫോളോ ചെയ്യണം. ഉയർന്ന പദവി നേടുന്നതിന് വേണ്ടി തീർച്ചയായും സമ്പൂർണ്ണ പാവനമാകും. ഉയർന്ന പദവി നേടുന്നതിന് വേണ്ടി തീർച്ചയായും സമ്പൂർണ്ണ പാവനമാകും. वरदान न्यायापन की अवस्था द्वारा पास विद ऑनर का सर्टिफिकेट प्राप्त करने वाले अशरीरी भव. വേറിട്ടിരിക്കുന്ന അവസ്ഥയിലൂടെ ബഹുമതിയോടെ പാസ്സാകുന്ന ഡിറ്റാച്ച്മെന്റ് സ്റ്റേജിലൂടെ ബഹുമതിയോടെ പാസ്സാകുന്നതിന്റെ സർട്ടിഫിക്കറ്റ് പ്രാപ്തമാക്കുന്നു.
ബഹുമതിയോടെ പാസ്സാകുന്നതിന്റെ സർട്ടിഫിക്കറ്റ് പ്രാപ്തമാക്കുന്ന അശരീരി ഭവ. ബഹുമതിയോടെ പാസ്സാകുന്നതിന്റെ സർട്ടിഫിക്കറ്റ് പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ബഹുമതിയോടെ പാസ്സാകുന്നതിന്റെ സർട്ടിഫിക്കറ്റ് പ്രാപ്തമാക്കുന്നതിന് വേണ്ടി मुख और मन दोनों की आवाज से परे शांत स्वरूप की स्थिति में स्थित होने का अभ्यास चाहिए. വാക്കുകളുടെയും മനസ്സിന്റെയും ശബ്ദത്തിനുപരിയായി ശാന്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുവാനായി അഭ്യസിക്കണം. ശാന്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുവാനായി അഭ്യസിക്കണം. ബഹുമതിയോടെ പാസ്സാകാൻ എന്ത് ചെയ്യണം? വാക്കുകളുടെയും മനസ്സിന്റെയും ശബ്ദത്തിനുപരിയായി ശാന്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുവാനായി അഭ്യസിക്കണം. ആത്മാ ശാന്തിക്ക് സാഗരമേ സമാജായി. ആത്മാവ് ശാന്തി സാഗരത്തിൽ ലയിച്ചു പോകണം, അലിഞ്ഞു ചേർന്ന്. ആത്മാവ് ശാന്തിയുടെ സാഗരത്തിൽ ലയിച്ചു പോകണം. वो स्वीट साइलेंस की अनुभूति बहुत प्रिय लगती है. ആ മധുരമായ ശാന്തിയുടെ അനുഭൂതി വളരെ പ്രിയമുള്ളതാണ്. तन और मन को आराम मिल जाता है. അത് ശരീരത്തിനും മനസ്സിനും വിശ്രമം നൽകും. അന്ത്യത്തിൽ അശരീരിയാകാനുള്ള അഭ്യാസമാണ് പ്രയോജനപ്രദമാകുന്നത്. शरीर का कोई भी खेल चल रहा है, अशरीरी बन आत्मा साक्षी हो, अपने शरीर का पार्ट देखे तो एक ही अवस्था अंत में विजयी बना देगी. ശരീരം തന്റെ പാർട്ട് അഭിനയിക്കുകയാണ്, ശരീരത്തിലൂടെ പാർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അശരീരിയായി ആത്മാവ് സാക്ഷിയായി. സാക്ഷി എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ആയി തന്റെ ശരീരത്തിലൂടെയുള്ള പാർട്ട് കാണുന്നു. അശരീരിയായി ആത്മാവ് സാക്ഷിയായി വേറിട്ടിരുന്നുകൊണ്ട് തന്റെ ശരീരത്തിലൂടെയുള്ള പാർട്ട് നോക്കിക്കാണുന്നു. ഈ അവസ്ഥയാണ് അന്ത്യത്തിൽ വിജയിയാക്കി മാറ്റുന്നത്. ഈ അവസ്ഥയാണ് അന്ത്യത്തിൽ നമ്മെ വിജയിയാക്കി മാറ്റുന്നത്.
അശരീരിയായി ആത്മാവ് സാക്ഷിയായി സാക്ഷിയായിരിക്കാതെ വേറിട്ടിരുന്ന് തന്റെ ശരീരത്തിലൂടെയുള്ള പാർട്ട് നോക്കി കാണുകയാണ്. ഈ അവസ്ഥയാണ് അന്ത്യത്തിൽ വിജയിയാക്കി മാറ്റുന്നത്. स्लोगन सर्व गुण व सर्व शक्तियों का अधिकार प्राप्त करने के लिए आज्ञाकारी बने. സർവ ഗുണങ്ങളുടെയും സർവശക്തികളുടെയും അധികാരം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ആജ്ഞകളെ അനുസരിക്കുന്നവരാകും. സർവ ഗുണങ്ങളുടെയും സർവശക്തികളുടെയും അധികാരം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ആജ്ഞകളെ അനുസരിക്കുന്നവരാകും. മാതേശ്വരിജിയുടെ അമൂല്യമായ മഹാവാക്യം. സൃഷ്ടി पर कभी प्रलय होती नहीं. സൃഷ്ടിയിൽ ഒരിക്കലും പ്രളയം ഉണ്ടാകുന്നില്ല. സൃഷ്ടി पर प्रलय कभी होती नहीं. अब जो मनुष्य समझ बैठे हैं इसी सृष्टि पर कोई समय प्रलय अवश्य होती. वो प्रलय तो ऐसा ही समझते हैं. മമ്മ പറയാണ് സൃഷ്ടിയിൽ പ്രളയം ഒരിക്കലും ഉണ്ടാകുന്നില്ല. പക്ഷെ മനുഷ്യരെ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ സൃഷ്ടിയിൽ ഒരു സമയത്ത് തീർച്ചയായിട്ടും പ്രളയം ഉണ്ടാകും എന്നാണ് മനുഷ്യർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. वो प्रलय तो ऐसे ही समझते हैं. अब प्रलय का मतलब सृष्टि पर जलमय हो जाना. പ്രളയം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഈ ലോകം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോവുക. ഭൂമിയുടെ മുകളിൽ ഒരുപാട് വെള്ളം വന്ന് ഇങ്ങനെ നിൽക്കുക. ഭൂമി മുഴുവൻ വെള്ളത്തിന്റെ താഴേക്ക് പോകുന്നു അല്ലെ? ഇപ്പൊ ഭൂമിക്ക് അടിയിൽ ഒരുപാട് വെള്ളം ഉണ്ടല്ലോ. ഇതിപ്പോ എന്താണ്? ഭൂമിയുടെ മുകളിലെ മേൽപ്പരപ്പിലെ കംപ്ലീറ്റ് വെള്ളം കൊണ്ട് നിറയുന്നു. അതാണ് എല്ലാവരും പ്രളയം എന്ന് വിചാരിക്കും. अब प्रलय का मतलब सृष्टि पर जलमयी हो जाना. नई सृष्टि की स्थापना होती है जिस नई सृष्टि की शुरुआत दिखाते हैं. ഒരു പുതിയ സൃഷ്ടി ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. പക്ഷെ പുതിയ സൃഷ്ടിയുടെ ആ പ്രാരംഭ സമയം കാണിക്കുന്നത് എന്താണ്? പുതിയ സൃഷ്ടിയെ പ്രളയത്തില് പ്രളയജലമാണ് അവിടെ കാണിക്കുന്നത്. സൃഷ്ടിയില് പ്രാരംഭകാലം എന്ന് പറഞ്ഞിട്ട് कैसे सृष्टि के आदि में श्री कृष्ण देवता पीपल के पत्ते पर अंगूठा चूसते सृष्टि पर पधारेगी. അപ്പോ അവിടെ കാണിക്കുകയാണ് പുതിയ സൃഷ്ടിയിൽ ഇതാ ശ്രീകൃഷ്ണ രാജകുമാരൻ ഇങ്ങനെ വരികയാണ്. എന്താണ്? ആലിലയില് കിടക്കുന്നു കൃഷ്ണരാജകുമാരൻ അല്ലെ? രാജകുമാരൻ, കുഞ്ഞു രാജകുമാരൻ ആലിലയില് കിടക്കുന്നു അല്ലെ? സൃഷ്ടിയുടെ തുടക്കത്തില് ശ്രീകൃഷ്ണനായ ദേവത ആലിലയില് അല്ലെ എന്താണ് വെള്ളം കുടിച്ചുകൊണ്ട് എന്താണ് ഇങ്ങനെ അല്ലെ ആലിലയില് വരുന്നതായി ഒഴുകി വരുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. तो फिर ऐसे ही सृष्टि की उत्पत्ति शुरू होती है. अब विवेक चलाने के बाद है. അങ്ങനെയാണോ ഈ സൃഷ്ടി അല്ലെ ഈ സൃഷ്ടിയുടെ ജന്മം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടി ആരംഭിക്കുന്നത്? വളരെ വിവേകപൂർവ്വം ചിന്തിക്കേണ്ടിയിരിക്കും അല്ലെ? നമ്മുടെ വിവേകം വർക്ക് ചെയ്യണം. जब हम कहते हैं प्रलय का अर्थ है जलमयी, तो इसका मतलब है कि एक सृष्टि पर न रही, एक भी सृष्टि पर न रही. അപ്പൊ ശരിക്കും പ്രളയം എന്ന് പറയുമ്പോൾ പ്രളയജലം ലോകം മുഴുവൻ സൃഷ്ടിയുടെ മുകളിൽ മേൽപ്പരപ്പിൽ മുഴുവൻ വെള്ളം നിറഞ്ഞു, പ്രപഞ്ചം മുഴുവൻ വെള്ളം നിറഞ്ഞു എങ്കില് പിന്നെ ഇവിടെ ഒരാൾ പോലും ഈ സൃഷ്ടിയിൽ അവശേഷിക്കില്ലല്ലോ, ഒരു വ്യക്തി പോലും അവശേഷിക്കില്ലല്ലോ. മനുഷ്യ ജനത്തെ പ്രളയിക്ക മത്ലബിക്കാകി. മനുഷ്യർക്ക് അറിയില്ല പ്രളയം എന്ന് പറഞ്ഞാൽ എന്താണ്. പ്രളയിക്ക യഥാർത്ഥ മത്ലബ് ഹെ സൃഷ്ടി पर जो इतनी अपवित्रता होने के कारण सृष्टि दुखी वो पड़ी है. അല്ലെ? ശരിക്കും പ്രളയത്തിന്റെ അർത്ഥം എന്താണ്? ഈ സൃഷ്ടിയാണെങ്കില് അപവിത്രത കാരണം ഈ സൃഷ്ടിയിലുള്ള എല്ലാവരും വളരെ ദുഃഖികളായി തീർന്നിരിക്കുകയാണ്. ഉസ് അപവിത്രതാക്കി പ്രളയം ജാതി. ഇവിടെ ഇപ്പൊ ശരിക്കും പറഞ്ഞ എന്താണ്? ആ പ്രളയം എല്ലാം ഉണ്ടാകുക, അപവിത്രതയുടെ പ്രളയം ഉണ്ടായിരിക്കുകയാണ്. तो सृष्टि पवित्र बन जाती है
ഗോയ തമോഗുണി സൃഷ്ടി ബദൽ ജാതി. എപ്പോഴാണോ ഈ സൃഷ്ടി പവിത്രമായി തീരുന്നത്, പാവനമായി തീരുന്നത്, അപ്പോൾ തമോഗുണിയായിട്ടുള്ള സൃഷ്ടിക്ക് പരിവർത്തനം സംഭവിക്കുന്നു. സദോഗുണി സൃഷ്ടി ബൻ ജാതിയെ, അല്ലെ? തമോഗുണിയായ സൃഷ്ടി പവിത്രമാകുമ്പോൾ സദോഗുണി സൃഷ്ടിയായിട്ട് മാറുന്നു. ഇൻകാ മത്ലബ് ഹേ സൃഷ്ടി പർ പ്രളയ നഹി ഹോത്തി, അല്ലെ? ഇപ്പൊ ഇതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഈ സൃഷ്ടിയിൽ ഒരിക്കലും പ്രളയം എന്ന് പറയുന്നത് ഉണ്ടാകുന്നില്ല. മകർ സൃഷ്ടി പർ ആസുരി രാവണയ്ക്ക് പ്രളയ ഹോത്തി. ബാബ പറയാണ് ആസുരീയ അവഗുണങ്ങളുടെ പ്രളയമാണ് ഇപ്പോൾ. മമ പറയാണ് ആസുരീയ അവഗുണങ്ങളുടെ പ്രളയം, വികാരങ്ങളുടെ പ്രളയം, അതാണ് ഇവിടെ ഉള്ളത്. अगर सृष्टि प्रलय हो जाती तो फिर गीता में भगवान ने जो कहा कि सृष्टि अनादि चली आती है. അഥവാ സൃഷ്ടിയിൽ പ്രളയം ഉണ്ടായി എങ്കിൽ ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, സൃഷ്ടി അനാദിയായിട്ട് നടന്നു വരുന്നതാണ്. ഈ പ്രപഞ്ചം, ഈ സൃഷ്ടി അനാദിയാണ്. अगर सृष्टि प्रलय हो जाती तो क्या ये भगवान झूठा समझे? बाकी इतना जरूर है ये पुरानी दुनिया अर्थात तमोगुणी सृष्टि का विनाश हो. ബാബ പറയാണ്, ബാബ പറയാണ് നമുക്ക് സൃഷ്ടി പാരമ്പര്യമായിട്ട് ഇങ്ങനെ അനാദിയായിട്ട് നടന്നു വരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അനാദിയായിട്ട് ഈ സൃഷ്ടി ഇങ്ങനെ നടന്നു വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ബാബ ചോദിക്കാണ്, ഇവിടെ പ്രളയം ഉണ്ടാകുന്നു, ഇതുണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോ അല്ലെ, ലോകത്തിന്റെ ലോകം പിന്നെ അവശേഷിക്കുന്നില്ലല്ലോ പ്രളയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മളോട് ബാബ പറയുന്നുണ്ട്, പ്രപഞ്ചത്തിന്റെ ശുദ്ധികലശമാണ് ഇവിടെ നടക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ശുദ്ധികലശം മാത്രമേ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ എന്ന് ബാബ പറയുന്നുണ്ട്. ഇനി പ്രകൃതി തത്വങ്ങൾ 5 പേരും ഉഗ്രതാണ്ഡവം ആടിയാലും അത് പ്രകൃതി ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ പ്രളയം മാത്രം ഇങ്ങനെ വന്നിട്ട് പോകില്ല. വെള്ളപ്പൊക്കമൊക്കെ വരും പോകും, അല്ലാണ്ട് അതിങ്ങനെ നിലനിൽക്കുന്നില്ല. അപ്പോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പറയുന്നത് 3 കാര്യങ്ങൾ അനാദിയാണ്. ആത്മാവ് അനാദിയാണ്, പരമാത്മാവ് അനാദിയാണ്, ഈ സൃഷ്ടി നാടകം അനാദിയാണ്, ഈ സൃഷ്ടിയും അനാദിയാണ്. അപ്പൊ അനാദിയായിട്ട് ഈ സൃഷ്ടി വരികയാണ് എന്ന് ആളുകൾ വിചാരിക്കും. പക്ഷെ അപ്പൊ ഭഗവാൻ പറയുന്നത് നുണയാണ്. അപ്പൊ ഒരു കാര്യം തീർച്ചയായിട്ടും ഉണ്ട്, പഴയ ലോകം എന്ന് പറഞ്ഞാൽ തമോപ്രധാനമായ സൃഷ്ടിയാണ്, അതിന്റെ വിനാശം തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. ഫിർ നയി സദോഗുണി ദുനിയാക്കി സ്ഥാപന കൂട്ടി, പുതിയ സദോഗുണി ലോകത്തിന്റെ സ്ഥാപനയും നടക്കും. तो विनाश और स्थापना का कार्य दोनों इकट्ठा चलता है. വിനാശത്തിന്റെ കാര്യവും സ്ഥാപനയുടെ കാര്യവും രണ്ടും ഒരേപോലെ നടക്കുന്നു, ഒരേ സമയത്ത് ഒരേപോലെ നടക്കാണ്. ऐसे नहीं कहेंगे कि सृष्टि प्रलय हो जाती है, इसी सृष्टि पर स्वर्ग और नरक की स्थापना होती है. അല്ലെ, അങ്ങനെയല്ല സൃഷ്ടി മുഴുവൻ സൃഷ്ടിയിൽ പ്രളയം ഉണ്ടാകും. ബാബ പറയാണ്, ഈ സൃഷ്ടിയിൽ തന്നെയാണ് സ്വർഗവും നരകവും എല്ലാം സ്ഥാപിക്കപ്പെടുന്നത്. ബൽക്കി ജബ് സ്വർഗേത്തോ നരകേഹി, സ്വർഗമുണ്ട് എങ്കിൽ നരകം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം സ്വർഗം പിന്നീട് ക്രമേണ നരകമാകും. നരകേത്തോ സ്വർഗ നഹി, സ്വർഗ कहते हैं जगह पवित्र देवी देवताओं का निवास स्थान है. ഈ ലോകത്തിൽ നരകമുണ്ടെങ്കിൽ സ്വർഗമുണ്ട് എന്നല്ല, സ്വർഗത്തിൽ വസിക്കുന്നവര് പവിത്രമായ ദേവി ദേവതകളാണ് നിവസിക്കുന്നത്. പവിത്രമായ ദേവി ദേവതകൾക്ക് നിവസിക്കാനുള്ള സ്ഥാനമാണ് സ്വർഗം. നരക കയറ്റയെ മൃത്യുലോകം, നരകം എന്ന് വിളിക്കുന്നത് മൃത്യുലോകത്തെയാണ്. ജഗ അപവിത്ര മനുഷ്യ ആത്മാവും കാ നിവാസ്ഥാനി, അപവിത്രരായ മനുഷ്യാത്മാക്കളുടെ നിവാസസ്ഥാനമാണ് മൃത്യുലോകം. മാനോ അപവിത്രതാക്കി പ്രളയ ഹോ ജാതി ഹെ, യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ഉണ്ടാകുന്നത് അപവിത്രതയുടെ പ്രളയമാണ് എന്ന് ബാബു പറയാം. അപ്പൊ വെള്ളത്തിന്റെ പ്രളയമല്ല, പിന്നെന്താണ്? അപവിത്രതയുടെ പ്രളയം.
हम प्यारे बाबा ध्यान धरेंगे। ओ गुणवान बनाने वाले आपके गुणों का दान करेंगे। खुश रहेंगे, खुश करेंगे, खुशियों से खुशहाल रहेंगे। हम सदा खुशहाल रहेंगे, खुशी से माला माल करेंगे। प्यार भरी शिक्षाओं पर हम प्यारे बाबा ध्यान धरेंगे, ध्यान धरेंगे। कोई ना अब मुरझाया होगा, हर चेहरा मुस्काता होगा। सर्व खजानों के मालिक से भरपूर सभी का खाता होगा। कोई ना अब मुरझाया होगा, हर चेहरा मुस्काता होगा। सर्व खजानों के मालिक से भरपूर सभी का खाता होगा। चिंता और तनाव के सारे खत्म सभी के जाल करेंगे। प्यार भरी शिक्षाओं पर हम प्यारे बाबा ध्यान धरेंगे, ध्यान धरेंगे।